ജ്വല്ലറി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഫ്രഷ് ആയിട്ടുള്ള എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അൺകട്ട് ഡയമണ്ട്സിനെ പറ്റിയാണ് നമ്മളിന്ന് കൂടുതൽ അറിയാനും അതിനെപ്പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പോകുന്നത്. അതിനെപ്പറ്റി നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഇവിടെ ഉണ്ട്. സോ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഓക്കെ, നമുക്ക് ഇന്ന് ഒരു അൺകട്ട് നെക്ലസ് ഏകദേശം ഒരു 5 പവൻ ഗോൾഡ് വെയിറ്റ് വരുന്നതായ സാധാരണ ഗതിയിൽ വിട്ടിട്ട് നമുക്കൊരു ഡയമണ്ട് ഓർണമെൻറ്റ് 18 ക്യാരറ്റിലാണ് ചെയ്യണേ. ഇത് 916 അൺകട്ട് ആയതുകൊണ്ട് 916 ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 3 ലെയർ സ്റ്റോൺ വെച്ചൊരു മാല, അതിൻ്റെ താഴേക്ക് ഡംബിൾസ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഒരു ആൻറ്റിക് ടച്ചോട് കൂടിയായ ഒരു ഡംബിൾസ് എന്ന് വെച്ചാൽ 100% ആൻറ്റിക് എന്ന് പറയാൻ പറ്റില്ല, അധികം ഗ്ലെയറിംഗ് അല്ലാത്ത ഒരു സാൻഡ് ചെയ്തതായ കുറേ ഡിസൈൻ വരുന്നതായ ബോൾസ് ഉള്ളതായ ഒരു നെക്ലസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 10 ക്യാരറ്റോളം അൺകട്ട് സ്റ്റോൺ വെച്ചതായ ഒരു മാലയാണത്. ഡയമണ്ട് കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്നതായ പൊടി സ്റ്റോൺസ് വെച്ചിട്ട് ചെയ്തായ ഒരു മാലയാണത്. ഏകദേശം ഒരു എന്താ പറയുക, അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അൺകട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, തീരെ ലൈറ്റ് വെയിറ്റും അല്ല. ഏകദേശം ഒരു 5 പവനോളം, ഏകദേശം നമുക്കൊരു 3 lakh എമൗണ്ടിന് എബവ് വരും. ഏകദേശം നമ്മൾ സാധാരണ ഒരു സിമ്പിൾ ഫംഗ്ഷന് തീർച്ചയായിട്ടും ഇതിൻ്റെ ചെറിയ പെൻഡന്റ്, വളകൾ, കമ്മലുകൾ, മോതിരം എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, തീരെ ചെറിയ ഐറ്റംസ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം കോസ്റ്റ് വരുന്ന ഐറ്റമാണ്. ഇത് ഏകദേശം ഒരു എന്താ പറയുക, തീരെ പൊടി സ്റ്റോൺ വെച്ചിട്ടതായ ഫ്രെയിം ചെയ്തതായ ഒരു മാലയാണ്. 4 ലെയറിലാണ് ഇതിൻ്റെ സ്റ്റോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. 1 2 3 4 അങ്ങനെ 4 ലെയറാണ് ഇത് സ്റ്റോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എല്ലാ കണ്ണികളും വളരെ ഫ്ലെക്സിബിളാണ്. ഇതിങ്ങനെ എന്താ പറയുക, ശരീരത്തിനോട് ഇഴുകി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കണ്ണികൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും ഏകദേശം അത്യാവശ്യം ഒരു 7 പവനോളം ഗോൾഡ് വെയിറ്റ് ഉണ്ട്. തീരെ ലൈറ്റ് വെയിറ്റ് അല്ല, 7 പവനോളം ഗോൾഡ് വെയിറ്റ് ഉണ്ട്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റമാണിത്. ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ, അതുപോലെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിലൊക്കെ പോകാൻ നേരത്ത് ഇട്ടിട്ട് പോകുന്ന ഒരു സിമ്പിൾ മാല. ഇപ്പോൾ എല്ലാവരും സിമ്പിൾ ആഗ്രഹിക്കണേ, എന്നാൽ അതിന് വലിപ്പം വേണം. അതിനും സിമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ തീരെ സിമ്പിളല്ല, എന്നാൽ വലിപ്പം വേണം. പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ തീരെ ചെറുതായി കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ ഒരു ഭംഗി കൂടുതൽ കിട്ടുവാൻ വേണ്ടി വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും ലോക്കറ്റ് ഇല്ലാതെ ഒരു യു ഷേപ്പിൽ നിൽക്കുന്നതായ ഒരു മാലയാണത്. ഇത് എനിക്ക് കണ്ടിട്ട് ഒരു ഹെവി ഫീൽ ഉണ്ട്, അറ്റ് ദ സെയിം ടൈം സിംപ്ലിസിറ്റി ഉണ്ട്. ചിലവർ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, പക്ഷേ ഇത് ഇടുകയാണെങ്കിൽ ഒരു ഹെവി ഫീൽ വരും. ഹെവി ഡ്രസ്സസിലാണെങ്കിൽ ഇതിട്ട് കുറച്ചും കൂടെ ഒരു ഹെവിനെസ്, ലൈക്ക് ഫോർ വെഡ്ഡിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഇത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡിഫറെൻറ്റ് കാറ്റഗറിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു അൺകട്ട് നെക്ലേസ് ആണ്. സോ രണ്ടും ലൈക്ക് നമുക്ക് എന്താ പറയുക, രണ്ട് പാറ്റേൺ ആണ്. ഒന്ന് നമുക്ക് എന്താ പറയുക, ഫസ്റ്റത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ്റയർലി ഡിഫറെൻറ്റ്, ലൈക്ക് ഡിസൈൻസും കാര്യങ്ങളും വരുന്നത്. മറ്റത് ഒരേ സെയിം അൺകട്ട് ഡയമണ്ട്സ് വെച്ചിട്ട് അതിനെ തന്നെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. മറ്റെന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും കൂടെ കൂടുതൽ അതിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ, ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിന് മാച്ചിങ് വരുന്ന രീതിയിൽ ഇതിൻ്റെ ബാംഗിൾസ്, അതുപോലെ ഇയറിങ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സെയിം സെറ്റ് കൊടുത്താൽ ചിലപ്പോൾ ഇത് കറക്റ്റ് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ അവരുടെ കാതിന് ചിലപ്പോൾ അല്പം ഹോള് വലുതായിരിക്കാം. അപ്പോൾ അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ സ്റ്റഡ് കുറച്ച് വലുതായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റഡ് ചെറുതായിട്ട് ഡ്രോപ്പ് വലുതായിക്കോട്ടെ, ആ രീതിയിൽ എല്ലാത്തിലും നമുക്ക് സെറ്റാക്കി എടുക്കാവുന്ന ഒരു ഡിസൈനിൽ നമുക്ക് ഇവിടെ കിട്ടും. മാത്രമായിട്ട് പിന്നെ ഒരുമിച്ചിടുകയാണെങ്കിൽ നമ്മുടെ എന്ത് ഫംഗ്ഷൻ ആണ് പോകുന്നത് അതനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെയാണ് എടുക്കുക.
സോ ഓക്കെ, അപ്പം നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺകട്ട് ഡയമണ്ട്സ് ആണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. സോ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണുമ്പോഴാണ് കുറച്ച് മച്ച് മോർ ബെറ്റർ ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കളക്ഷൻസ് ഉണ്ട് നമ്മുടെ അങ്കമാലിയിൽ വരുവാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത അത്രയും കളക്ഷൻസ് ആണ് ഇവരുടെ കയ്യിലുള്ളത്. സോ ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ലെറ്റ് മീ ട്രൈ, ഇവിടെ വന്ന് ട്രൈ ചെയ്യാം, നോക്കാം, ജസ്റ്റ് എമൗണ്ടും കാര്യങ്ങളും ചോദിക്കാം, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചുള്ളത് ചൂസ് ചെയ്യാം. ഇവിടുത്തെ സർവീസ് എനിക്കൊന്ന് പറയണം കേട്ടോ. ഫസ്റ്റ് ഞാനിവിടെ എൻ്റർ ചെയ്തപ്പോൾ അവരുടെ ആ ഒരു വെൽക്കം നമ്മൾ വാം വെൽക്കം തരുന്ന ആയിക്കോട്ടെ. സോ എൻ്റയർലി പ്രോസസ് വാസ് സൂപ്പർ. സോ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.